ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവൽ മീറ്റ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായി ചെയ്യാൻ പോണത് ഈ മുതലാണ് എടുക്കണണ്ട മസിൽ കാർ ഫോർഡിൻ്റെ മസ്താങ്. അപ്പോൾ ഒരു സ്പോർട്സ് കാറാണിത്, നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ കിട്ടിയപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. വണ്ടിയുടെ പവർ പോലെ തന്നെ വണ്ടിയുടെ ബോഡി ഡിസൈനിലും ആ ഒരു മസിൽ ലുക്ക് കമ്പനി ഫോളോ ചെയ്തിട്ടുണ്ട്. സൈഡിൽ കാണുന്ന ഡിസൈനും ഇതിന് ഒരു പ്രത്യേക ഒരു ഭംഗി വണ്ടിക്ക് നൽകുന്നു. വണ്ടിയുടെ ബോണറ്റും ഇത് വളരെ വലിയ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതിൻ്റെ എൻജിൻ അത്രയും കപ്പാസിറ്റി ഉള്ളൊരു എൻജിനാണ്. 6 സിലിണ്ടർ എൻജിനാണ് ഇതിൻ്റെ. ഏകദേശം 50 വർഷത്തോളമായി ഫോർഡിൻ്റെ കമ്പനി ഇങ്ങനത്തെ മസിൽ കാറുകൾ നിർമ്മിക്കുന്നത്. 50 വർഷത്തിൽ കൂടുതലായി. ഒരുവിധം ബോളിവുഡുകളിലൊക്കെ വളരെയധികം ഇടം പിടിച്ച ഒരു മസിൽ കാറാണിത്. സ്പോർട്സ് മൂവികളായാലും ഒക്കെ ഇത് പറയാനൊന്നുമില്ല. ഇതിൻ്റെ പെർഫോമൻസ് കണ്ടാണ്ടല്ലോ കള്ളനാണ്, പവർഫുൾ. ഈ ഗ്രില്ലും വൈഡായിട്ട് കിടക്കുന്ന ഗ്രില്ലും പ്രത്യേകിച്ചൊന്നും പറയാല്ലേ വണ്ടിയുടെ. അപ്പോൾ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായാലും വീൽ ബേസ് വലുതാണ് കേട്ടോ. ഒരു 19 വീൽ ബേസ് ആണെന്ന് തോന്നുന്നത്. അത് ഈ സ്പോർട്സ് കാർ ആയതുകൊണ്ടാണ്, കാരണം അത്രയും പവർ ഇതിന് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവ്. അതുപോലെ തന്നെ വണ്ടിയുടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് സൗണ്ട്. ആ ഒരു മുഴക്കവും ആ ഒരു സൗണ്ട് റോഡിൽ ഇറങ്ങുമ്പോൾ ആ വണ്ടിക്ക് ഒരു പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ വണ്ടിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ടൈൽ ലാമ്പ് ഈ വണ്ടിക്ക് നല്ലൊരു ലുക്ക് നൽകുന്നുണ്ട്. നല്ലൊരു സ്പോർട്സ് കാറിൻ്റെ ഒരു മസിൽ കാറിൻ്റെ ഒരു ലുക്കാണ് ഈ വണ്ടിക്ക്. അതുപോലെ സൈഡ് ബോഡിയിലുള്ള സ്റ്റിക്കർ വർക്കുകളൊന്നും വേറെ ഇല്ല, പക്ഷേ ബോഡിയിൽ ഒരുപാട് ഡിസൈനായിട്ട് ഒരുപാട് ആംഗിൾ ഇത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വണ്ടിക്ക് ഒരു മസിൽ ലുക്ക് കൊടുക്കുന്നുണ്ട്, ഒരു ഫയൽമാൻ്റെ ലുക്ക് ഈ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇത്രയും വലിയ നോക്കിയ ഒന്നും പറയാലോ, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ബോണറ്റ് ഇവർ കൊടുത്തിരുന്നത്. എൻജിൻ 6 സിലിണ്ടർ ഇടത് 6 സിലിണ്ടർ എൻജിനാണ് കേട്ടോ വണ്ടി. അതിനുള്ള പവർ വണ്ടി റോഡുകളിൽ കാണിക്കുന്നുണ്ട്. വണ്ടിയുടെ കാര്യങ്ങൾ കറക്റ്റ് വണ്ടിയുടെ ആളോട് തന്നെ ചോദിക്കാം. നമ്മുടെ ഫ്രണ്ടാണ്, അപ്പോൾ അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇതിന് അഡീഷണൽ ആയിട്ട് നീ ഇത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക് ഈ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്? ബോണറ്റ് എന്ന് പറയുന്നത് ഫൈബറാണ്. ഓക്കെ, അതിനാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇതിന്റെ ഒറിജിനലിൽ വരുന്നത് ഒരു ഡിസൈൻ അധികം ഒന്നും ഇല്ലാത്തതാണ് വരുന്നത്. അപ്പൊ അതിനൊരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം കൊടുത്തിട്ടുള്ളത്. കാരണം ഓവർ സ്പീഡിൽ പോകുമ്പോൾ ഇത് മോളിക്ക് ഇതാവേണ്ടിരിക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ നോർമൽ വണ്ടിക്ക് ഫ്ലൈ ആയിട്ടുള്ള നോർമൽ ബോണറ്റ് ആണ് വരുന്നത് അല്ലേ? കൂടുതൽ ഡിസൈൻ ഒന്നും വരുന്നില്ല. ഒരു മസിൽ ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വീല് ഇതിന് വരുന്നത് സാധാ വീലാണ്, അലൈ വീല് വരുന്നത്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് മാറ്റിയതാണ് ഈ അലൈ വീൽ. ഇതിപ്പോ നീ വലിയ വീലാണ് ഇതിന് ഇട്ടിക്കണത് അല്ലേ? അപ്പൊ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും വണ്ടി അല്ലേ? ഹൈറ്റ് ഗ്രൗണ്ട് പ്ലേസ് കുറയും, പക്ഷെ മറ്റേ വീലിനേക്കാൾ ഒന്നുകൂടെ ഭംഗി കാണിക്കും. വണ്ടിയുടെ പെർഫോമൻസ് അത് ഓടിച്ചൊരാൾക്ക് തന്നെയാ അത് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. എന്താണ് അഭിപ്രായം മറ്റ് കാറുകളെ വിട്ട്? ഇതിന്റെ ലെക്സസ് ആദ്യം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അപേക്ഷിച്ച് എന്താണ് വ്യത്യാസം വണ്ടിയുടെ? ഇങ്ങനൊരു മസിൽ കാർ എടുക്കുന്നത് വളരെ ഇഷ്ടമായി, ചെറുപ്പത്തിൽ മുതലൊരു ആഗ്രഹമാണ്. അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഫൈനലായിട്ട് സ്വന്തമാക്കിയത്. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 1 മാസം ആവണുള്ളൂ. പെർഫോമൻസ് സാധാ നമ്മൾ ഓടിക്കുന്ന ഒരു സെഡാൻ കാറിൻ്റെ ഒരു ഫീലല്ല കിട്ടുക. കാരണം ഒരു സ്പോർട്സ് കാർ ഓടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഫീലിങ്ങും പെർഫോമൻസും കിട്ടും. ഇത് എടുക്കുമ്പോൾ പലരും പറയുന്നതാണ് നമ്മൾ എടുക്കുന്ന കാറിന് മൈലേജ്, പെട്രോളിൻ്റെ എക്സ്പെൻസ്. പക്ഷേ പെട്രോളിൻ്റെ എക്സ്പെൻസ് മറ്റുള്ളത് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാ ഒരു സണ്ണി അല്ലെങ്കിൽ ഒരു നിസാൻ്റെ ടിഡ അങ്ങനെയല്ല വല്ല കാർ കൊടുക്കുന്നുണ്ടാവില്ല. ഇതിൻ്റെ പെർഫോമൻസും കിട്ടണം, പെട്രോളും കിട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് കാർ ആവും. വേറൊരു പ്രത്യേകത, ഈ വണ്ടി ഈ ഫോർഡിൻ്റെ ഈ മസ്താങ്ങിൻ്റെ വണ്ടി 3 വേരിയൻ്റ് ആണ് വരുന്നത്. പ്രീമിയം, GT, ഷെൽവി. നമ്മൾ ബേസ് മോഡലിനൊക്കെ നാട്ടിൽ പറയണ പോലത്തെ ഒരു തന്നെ. അപ്പോൾ
ഇത് വരുന്നത് 3.7 ആണ് ഇതിൻ്റെ എൻജിൻ പവർ വരുന്നത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ GT വേർഷനും ഷെൽബിയും കൂടി വരുന്നത് 5.0 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 വേരിയൻറ്റിലാണ് ഈ വണ്ടി കിട്ടുന്നത്. പെർഫോമൻസ് വണ്ടി ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പെർഫോമൻസ് ആണ് വണ്ടി തരുന്നത്. അതിൻ്റെ എഞ്ചിൻ്റെ പവർ കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. എന്താ പറയുക, നമ്മളെ ആക്സിലേറ്റർ തൊടുമ്പോഴേക്കും അത്രയും പുള്ളിങ് ആണ് വണ്ടിക്ക്. അപ്പോൾ ആ ഒരു ഡ്രൈവ് മോഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്ക് ഈ വണ്ടി, ഇങ്ങനത്തെ സ്പോർട്സ് കാറുകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു ഡ്രൈവിംഗ് ഫീല് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ പിള്ളേരായാലും ഈ വണ്ടിക്ക് അഡീഷണൽ സൗണ്ട് കയറ്റാനുള്ള കുറേ സിസ്റ്റങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് കമ്പനി തന്നെ ഇതിന് ഒരു ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് വോളിയം വളരെ കൂടുതലാണ്. നല്ല സൗണ്ട് ഈ വണ്ടിക്ക് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ ഉള്ളിലേക്ക് നമുക്ക് ഇതേപോലെയുള്ള കാറുകൾ എടുക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA വണ്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ്, കാരണം പവർഫുൾ കാറുകളാണിത്, റേസ് മോഡ് വണ്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് വളരെ കുറവായിരിക്കും. സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇതായിരിക്കും, മൈലേജ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ചിലവ്. ഇത് കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ഒരുപാട് മെയിൻ്റനൻസ് ചിലവും കാര്യങ്ങളൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വിലയുടെ കാര്യം, വിലയും നല്ല അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരന് അങ്ങനെ ഒരു കാറെന്ന് പറഞ്ഞിട്ട് ഇതാരും അങ്ങനെ പ്രതീക്ഷിക്കാറില്ല. ശരി, സ്വാഭാവികമായിട്ട് തോന്നുന്ന ചോദ്യമാണ്, ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് ഇവിടെ എടുക്കുമ്പോൾ എന്ത് റേറ്റ് വരും? അതായത് ഇതിപ്പോൾ 2013 അപ്പോൾ 2010 തൊട്ട് നമുക്ക് നോക്കാം. 2010 തൊട്ട് ഈ വണ്ടിക്ക് ഏകദേശം ഇവിടുത്തെ ഒരു 20,000 ദിർഹംസ് വരും. അപ്പോൾ നാട്ടിലൊരു 4 ലക്ഷം രൂപ. ഓക്കെ, ഈ ഒരു 2013-14 വരുമ്പോൾ ഒരു 30,000 അടുത്ത് ഈ വണ്ടിക്ക് വില വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മോഡൽ കുറഞ്ഞ സേവ് കാണുമ്പോൾ ഡിസൈനൊക്കെ ഒരുപോലെ തോന്നും. എന്നാൽ ഇതിൻ്റെ മോഡൽ കുറഞ്ഞ വണ്ടിക്ക് അതിലും റേറ്റ് കുറവിന് നമുക്കിവിടെ സ്പോർട്സ് കാറുകൾ കിട്ടും. ഇതിൻ്റെ വേറെ മോഡലിനിടാം. അപ്പോൾ ഏകദേശം ഇതൊരു 30,000 ദിർഹംസോളം ഈ വണ്ടിക്ക് 2030 വരുന്നുണ്ട് ഇവിടെ സെക്കൻഡ്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് നടക്കും, പക്ഷെ നമ്മൾ സാധാരണ ജോലിക്കാർക്ക് ഇത് കൊണ്ടുനടക്കാൻ എളുപ്പമല്ല. വണ്ടി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഒരു സ്പിരിറ്റാണ് നമ്മുടെ, മനസ്സിലായ? ഇത് ഇങ്ങനത്തെ വണ്ടികൾ ഉപയോഗിക്കാന്ന് പറയണത് അങ്ങനെ കാറ്റഗറിയിൽ പെട്ട കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് വണ്ടി ഭ്രാന്തന്മാർ. അല്ലാണ്ട് ഇപ്പോൾ സാധാരണ ഒരാൾ ഇങ്ങനത്തെ വണ്ടി തേടി പോവില്ല. ഓക്കെ, അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ബെൽ ബട്ടണും കൂടി അടിക്കുക.